ഹായ് കൊച്ചുമക്കളെ. ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു വവ്വാലിൻ്റെതാണ്. പണ്ടൊരു കാട്ടില് ഒരു വവ്വാല് താമസിച്ചിരുന്നു. ആ വവ്വാല് ഒരു സുന്ദരിയായ പക്ഷിയായിരുന്നു. എല്ലാ പക്ഷികളെയും പോലെ അന്ന് അത് പകലായിരുന്നു ഇര തേടി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ കാട്ടിൽ ഭയങ്കര യുദ്ധമുണ്ടായി, പക്ഷികളും മൃഗങ്ങളും തമ്മിൽ. പക്ഷികൾ പറഞ്ഞു, ഞങ്ങളുടേതാണ് ഈ കാട്, നിങ്ങളെല്ലാവരും പൊയ്ക്കോളുക. മൃഗങ്ങളോട് പറഞ്ഞു. മൃഗങ്ങൾ പറഞ്ഞു, നിങ്ങളുടേതോ? ഞങ്ങളുടേതാണ് ആ കാട്, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ. അങ്ങനെ പക്ഷികളും മൃഗങ്ങളും പരസ്പരം തല്ലിക്കൊണ്ടേയിരുന്നു. വവ്വാൽ എന്ത് ചെയ്യും? പേടിച്ചൊരു മരത്തിൽ തൂങ്ങിക്കിടക്കും. എന്നിട്ട് ഇതൊക്കെ നിരീക്ഷിക്കും. വവ്വാൽ ഇങ്ങനെ വിചാരിച്ചു, ആരാണോ ജയിക്കുന്നത് അവരുടെ കൂടെ കൂടാം. വവ്വാൽ ഇങ്ങനെ ചിന്തിച്ചുട്ടോ. അപ്പൊ പക്ഷികളുടെ രാജാവായ കഴുകൻ ഒരു ദിവസം പക്ഷികളോട് പറഞ്ഞു, മൃഗങ്ങളെയെല്ലാം നമ്മൾ മാന്തി പരിക്കേൽപ്പിക്കണം. അതുപോലെ തന്നെ ചെയ്തു. എല്ലാ പക്ഷികളും കൂടി മൃഗങ്ങളെ മാന്താൻ തുടങ്ങി. നല്ല നഖങ്ങളുള്ള പക്ഷികളല്ലേ, അപ്പോൾ മൃഗങ്ങൾക്കെല്ലാം വേദനയായി. മൃഗങ്ങൾ നിലവിളിച്ച് കരഞ്ഞപ്പോൾ വവ്വാല് വിചാരിച്ചു മൃഗങ്ങൾ തോറ്റുന്ന്. വവ്വാല് വേഗം കഴുകൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഹേ കഴുക രാജാവേ, പക്ഷികളുടെ രാജാവേ, ഞാൻ ഇന്നു മുതൽ നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാം, മൃഗങ്ങളെ തോൽപ്പിക്കാം. വവ്വാലിൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് കഴുകൻ അത് വിശ്വസിച്ചു. ഓ, എന്നാ പിന്നെ നീ ഞങ്ങളുടെ കൂടെ കൂടിക്കോ. അങ്ങനെ കഴുകൻ വവ്വാലിനെ കൂടെ കൂട്ടിട്ടോ. പക്ഷെ വവ്വാല് കഴുകൻ കാണാൻ വേണ്ടി മാത്രം ഇങ്ങനെ മാന്തുന്ന പോലെ കാണിക്കും. പിന്നെ പോയൊരു ഭാഗത്ത് തൂങ്ങിക്കിടക്കും. കഴുകൻ ഇതെല്ലാം ഒളിഞ്ഞു നിന്നിവനെ നിരീക്ഷിച്ചു. പുതിയ ആളല്ലേ, ആരൊരാൾ പുതിയത് വന്നാലും നമ്മളൊന്നും ശ്രദ്ധിക്കില്ലേ, അതുപോലെ കഴുകൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓ, ഇവൻ 2 തോണിയിൽ കാല് വെക്കുന്നവനാണ്. അത് ശരി, ആരാണോ വിജയിക്കുന്നത് അവരുടെ കൂടെ നീ നിൽക്കുമല്ലേ? നിന്നെ എനിക്ക് മനസ്സിലായി, കഴുകൻ മനസ്സിൽ വിചാരിച്ചു. പിറ്റേ ദിവസം മൃഗങ്ങളെല്ലാവരും പക്ഷികളെ തോൽപ്പിക്കാനായിട്ട് ഇറങ്ങി. മൃഗങ്ങൾ ഇങ്ങനെ ആക്രമിച്ച് മുന്നേറി വരികയാണ്. അപ്പൊ വവ്വാല് വിചാരിച്ചു, ഓ, ഈ പക്ഷികളെല്ലാം തോൽക്കാൻ പോവുകയാണ്, മൃഗങ്ങളാണ് ജയിക്കാൻ പോകുന്നത്, ഞാൻ മൃഗങ്ങളുടെ കൂടെയാണ്. കള്ളം വവ്വാല് ആനയുടെ അടുത്ത് പോയി. ആനയാട്ടോ രാജാവ് മൃഗങ്ങളുടെ. ഹേ ആന രാജാവേ, ഞാൻ ഇന്നു മുതൽ നിങ്ങളുടെ കൂടെയാണ്. ഞാൻ പക്ഷിയൊക്കെ തന്നെ, പക്ഷേ പക്ഷികൾ എന്തായാലും തോറ്റമ്പും. എനിക്കിനി അവരുടെ കൂടെ ജീവിതമില്ല, അവർ ദുഷ്ടന്മാരാണ്, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. ആന ഇവനെ നോക്കി. ഓ, വന്നോ, നീ ഞങ്ങളുടെ കൂടെ നിന്ന് യുദ്ധം ചെയ്യണം കേട്ടോ, ആന പറഞ്ഞു. ഞാൻ റെഡി. അങ്ങനെ മൃഗങ്ങൾ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പക്ഷികൾ ജയിച്ച് വരാൻ തുടങ്ങി. വവ്വാലിന് വേണ്ടി കടന്നില്ലാന്നായി. അയ്യോ, ഞാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് പോരുകയും ചെയ്തു, ഇവരാണെങ്കിൽ തോൽക്കാനും പോവുകയാണ്, ഇനിയിപ്പോൾ എന്താ കാട്ടുക? വവ്വാല ഈ ആന കാണാതെ, കഴുകൻ കാണാതെ ഒരു മരത്തിൽ പോയി തൂങ്ങിക്കിടന്നു. ഇത് ആന കണ്ടു. പിറ്റേ ദിവസം വീണ്ടും യുദ്ധം ഉണ്ടായി. അപ്പം മൃഗങ്ങൾ ജയിച്ചു വന്നു. അപ്പോൾ വവ്വാല് മെല്ലെ ആന പുറത്ത് വന്നിരുന്നു. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ നിങ്ങൾ ജയിക്കുന്നത്? ആ പക്ഷികളൊക്കെ തോറ്റമ്പി. ഇന്നു മുതൽ ഞാൻ മൃഗങ്ങളുടെ കൂടെയാണ്. ആന വവ്വാലിനെ കൊടഞ്ഞ് താഴെട്ടു. തുമ്പിക്കൈകൊണ്ട് കോരി ഒറ്റ ഏറ്. അതാടക്കണു കഴുകൻ്റെ മുന്നിൽ പോയിട്ട്. ആര്? വവ്വാല്. കഴുകൻ പറയും, നീ ഒരു ശരിയല്ലാത്ത പക്ഷിയാണ്, നീ ഒരു പക്ഷിയോ അല്ല, മൃഗവുമല്ലടാ, ദുഷ്ട. നീ ആരാണ് ജയിക്കുന്നത് അവൻ്റെ കൂടെ നിൽക്കുക അല്ലേ? നിനക്ക് എന്ത് വരണം? മൃഗങ്ങളുടെ മുഖവും പക്ഷികളുടെ ചിറകും പോലെ ആവട്ടെ നീ. എന്നിട്ട് നിന്നെ എല്ലാവരും വെറുക്കട്ടെ. പകല് നിന്നെ കാണാൻ ആർക്കും ഇടവരാതിരിക്കട്ടെ. നീ ഒരു പേടി സ്വപ്നമായി പോട്ടെ. വവ്വാലിനെ ആര് ശപിച്ചു? കഴുകൻ ശപിച്ചു. ആനയും ശപിച്ചു. രണ്ടും കെട്ട രീതിയിലായി വവ്വാലിന് സങ്കടമായി. വവ്വാല് പോയി മരത്തിൽ തൂങ്ങിക്കിടന്നു. അവൻ്റെ മുഖമെല്ലാം മൃഗങ്ങളുടെ പോലെയായി, നായയുടെ മുഖം പോലെയായി. അവൻ്റെ ചിറകുകളെല്ലാം പക്ഷികളുടേത് പോലെയായി. അവൻ മൃഗങ്ങളെ പോലെ പ്രസവിച്ച് കുട്ടികളെ പാലൂട്ടാൻ തുടങ്ങി. പക്ഷികളെ പോലെ പറന്ന് പഴങ്ങൾ തിന്നാൻ തുടങ്ങി. എല്ലാവരും അവനെ വെറുത്തു. ആ പക്ഷിയെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനും ഭൂമിയിൽ ഇല്ലാതെ പോട്ടെ എന്നാണ് ശപിച്ചത്. എങ്ങനെയുണ്ട് മക്കളെ കഥ? ഈ കഥയിൽ നിന്നും നാം പഠിക്കേണ്ട ഗുണപാഠം എന്താണ്? നാം ഒരിക്കലും കഷ്ടപ്പാടുകൾ വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ ഉപേക്ഷിക്കരുത്. അവർ ജയിക്കുമ്പോൾ മാത്രം അവരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്ക് നല്ലതല്ല.
ജയത്തിലും തോൽവിയിലും നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം നാം ഒരുപോലെ കൂടെ നിൽക്കണം. കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ്. നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ. ഒരു കാര്യം മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.